നമസ്കാരം. ട്രംപിനോട് പോയി പണി നോക്കാനാണ് മോദി പറയുന്നത്. ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്നായി അറിയാം. ഇന്ത്യയെ തൊട്ടു കളിച്ചാൽ എന്താണ് ഫലം എന്നറിയണമെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി. ഇന്ത്യക്ക് അങ്ങനെ ട്രംപിനെ എന്നല്ല ആരെയും അനാവശ്യമായി പേടിച്ച് മാളത്തിൽ കയറി ഇരിക്കേണ്ട യാതൊരു ഗതികേടുമില്ല എന്ന നിലപാടാണ് മോദി സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ ലാഭമാണുള്ളത്. അത് കേവലം ട്രംപിന്റെ മുട്ടാൻ പോക്ക് ന്യായങ്ങൾക്കും ഭീഷണിക്കും വഴങ്ങി നിർത്തലാക്കിയിട്ട് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ ജനതയെ കൊണ്ടുചെന്നെത്തിക്കേണ്ട കാര്യമില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് മോദി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയോട് മാത്രമാണ് ട്രംപിന് ഇത്രയും നീരസം. മറ്റൊരു രാജ്യത്തിനും കൽപ്പിക്കാത്ത അത്രയും വലിയ താരിഫാണ് ഇന്ത്യയുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയോട് ഭീഷണി മുഴക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യൻ പ്രതിനിധി റഷ്യ സന്ദർശിച്ചതും പുടിനുമായി കൂടുതൽ സൗഹൃദം ഉറപ്പിച്ചതും. മോദി ഇതേ സമയത്ത് തന്നെയാണ് പുടിനുമായി ഫോണിൽ സംസാരിച്ചത്. ന്യായമല്ലാത്ത തീരുമാനങ്ങൾക്ക്, തുല്യതയില്ലാത്ത നടപടികൾക്ക് ഇന്ത്യ നിന്നുകൊടുക്കില്ല എന്ന് കടുത്ത ഭാഷയിൽ തന്നെ ഇന്ത്യ വിമർശിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും ഇന്ത്യ ഭീഷണികളിൽ വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. റഷ്യയിൽ നിന്ന് രാജ്യത്തെ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളാണ് വീണ്ടും എണ്ണ വാങ്ങിയിരിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസം ഡെലിവറി നടത്താനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എന്നീ കമ്പനികളാണ് റഷ്യൻ എണ്ണയ്ക്ക് പുതിയ ഓർഡറുമായി രംഗത്ത് വന്നത്. അമേരിക്ക ഇന്ത്യക്കുമേൽ തീരുവ ചുമത്തിയതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കമ്പനികൾ കുറച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യൻ കമ്പനികൾ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങിയിരിക്കുന്നത്. റഷ്യയുടെ എണ്ണ വിലയിലെ കുറവും ജൂലൈയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യൻ കമ്പനികളെ പ്രേരിപ്പിച്ചിരുന്നു. ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചപ്പോൾ ചൈന കൂടുതലായി വാങ്ങാൻ രംഗത്ത് വന്നിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കുമേൽ ഓഗസ്റ്റ് 27 മുതൽ 25% പിഴത്തീരുവ ചുമത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നിലനിൽക്കെ തന്നെയാണ് ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ കൂടുതൽ എണ്ണ വാങ്ങാൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിപണിയിലെ വിലയും സാഹചര്യവും നോക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാൻ സന്നദ്ധമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എണ്ണയുടെ പേരിൽ US വിപണിയിൽ പ്രവേശിക്കാൻ ഇന്ത്യക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാമെന്ന് റഷ്യൻ നയതന്ത്ര പ്രതിനിധി റോമൻ ബാബുഷ്കിൻ വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഏകപക്ഷീയമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നീതീകരിക്കാനാവില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉപരോധങ്ങൾ അത് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കു തന്നെയാകും തിരിച്ചടിയാവുക. ഇന്ത്യ വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണിത്. എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം തുടരും. ഇതിൽ വിദേശ സമ്മർദ്ദം വിലപ്പോവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കുമേൽ തീരുവ കൊണ്ടുവന്നതെന്ന വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റിന്റെ പ്രസ്താവനയ്ക്കു പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാൻ നടപടി ഉണ്ടാകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ എംബസിയും ബുധനാഴ്ച വ്യക്തമാക്കി. ഇന്ത്യക്ക് ഊർജ്ജോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് തുടരും. ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുന്നത് തടസ്സം കൂടാതെ തുടരാനുള്ള നടപടികൾ സജ്ജമായതായും റഷ്യൻ എംബസി സൂചിപ്പിച്ചു. മോദിയെ വെറുതെ പേടിപ്പിച്ചു കാര്യം കാണാമെന്നുള്ള ട്രംപിന്റെ തീരുമാനങ്ങൾ വിലപ്പോവില്ല എന്ന് ഇതോടെ ട്രംപിന് കൂടുതൽ ബോധ്യമാകും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച